മലപ്പുറം എന്ന ജില്ലക്കാരുടെ ഫുട്ബോളിക ആവേശത്തെ പറ്റിയിട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം അത്രക്കും ഫുട്ബോളിക ആവേശം തലക്ക് പിടിച്ചിട്ടുള്ള മനുഷ്യരാണ് മലപ്പുറത്തുള്ളത്. ഇന്ത്യൻ ഫുട്ബോളിനും കേരള ഫുട്ബോളിനൊക്കെ ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള ഒരു ജില്ല തന്നെയാണ് മലപ്പുറം. ഇന്നും ഒരുപാട് യുവതാരങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിലേക്കും കേരള ഫുട്ബോളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ജില്ലയിൽ നിന്ന്. കാരണം അത്രക്കും ഫുട്ബോളിക ഭ്രാന്ത് തലക്ക് പിടിച്ചിട്ടുള്ള ഒരു ജില്ല തന്നെയാണ്. നമുക്കറിയാം, ആഷി കുർണിയനെ പോലെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡിഫൻഡറായിരുന്ന ഒരു കാലത്ത് നല്ല ഡിഫൻഡറായിരുന്ന അനസിക്കായ പോലെയുള്ള താരങ്ങളൊക്കെ ഇങ്ങനെ ഒരു താരങ്ങൾക്കിടയിലാണ് മറ്റൊരു യുവതാരം കൂടെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഒരു 19കാരൻ ഇനി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ലെഫ്റ്റ് വിങ്ങിലൊക്കെ ഭാവിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഇന്ന് നമ്മൾ പറഞ്ഞു വരുന്നത് ജംഷഡ്പൂരിന് വേണ്ടിയിട്ട് വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മലപ്പുറക്കാരനെ പറ്റിയിട്ടാണ്. മഞ്ചേരി കാരക്കുന്ന് സ്വദേശിയായിട്ടുള്ള സനാൻ മുഹമ്മദിനെ പറ്റി. സനാനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ജംഷഡ്പൂർ FC-ക്ക് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ജംഷഡ്പൂർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ അവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണർന്ന് കളിക്കുന്ന രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയായിട്ടുള്ള മത്സരത്തിൽ ഏകദേശം 2-3 ഷോട്ടുകളോളം സനാൻ എടുത്തിട്ടുണ്ട്. അതിലൊരു 10-20 മിനിറ്റ് ഫസ്റ്റ് ഹാഫിൽ 10-20 മിനിറ്റ് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനെ നല്ല രീതിക്ക് വട്ടം കളിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. മനോഹരമായിട്ടുള്ള സ്കിൽഫുൾ മൂവ്മെൻറ്റുകൾ കൊണ്ട് മുന്നേറാൻ പറ്റുന്ന ഒരു താരമാണ് സനാൻ മുഹമ്മദ് എന്ന് പറയുന്ന ഇന്നത്തെ ആ ഒരു മലപ്പുറക്കാരൻ. കാരക്കുന്ന് ഒരു ജൂനിയർ ക്ലബ്ബിലാണ് അദ്ദേഹം കളിച്ച് വളരുന്നത്. മഞ്ചേരിയിലെ ഒരു ജൂനിയർ ക്ലബ്ബിൽ, അവിടുത്തെ ഒരു അക്കാഡമിയിലാണ് കളി അവിടുത്തെ കോച്ചായിട്ടുള്ള മനോജ് സാറാണ് തൻ്റെ പിതാവിനോട് സനാനിലുള്ള ആ ഒരു കഴിവുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നല്ല രീതിയിലുള്ള ഫുട്ബോളിക ആവേശത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആദ്യ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുന്നത്. 2015 റിലയൻസിൻ്റെ ഒരു ട്രയൽസിൽ പങ്കെടുക്കുന്നു. പക്ഷേ ആ ട്രയൽസിൽ അവസാനത്തെ 15 പേരിൽ സനാനിന് എത്തിപ്പെടാനായിട്ട് കഴിയുന്നില്ല. അതായിരുന്നു ആദ്യ പാഠമെന്ന് പറയുന്നത്. പിന്നീട് പിറ്റത്തെ ഒരു വർഷം റിലയൻസിൻ്റെ ഒരു ട്രെയിനിങ് വരുന്നു. അതിലൂടെ ആ ഒരു ട്രയൽസിലൂടെ ആ ഒരു ക്ലബ്ബിൽ കയറി പറ്റുന്നു. അങ്ങനെ 2016 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ റിലയൻസിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് സനാൻ. സ്പെയിനിൽ പോയി കളിച്ചിട്ടുണ്ട്, ജപ്പാനിൽ, ഇംഗ്ലണ്ടിൽ എന്നീ രാജ്യങ്ങളിലൊക്കെ പോയി കളിച്ച് പല ക്ലബ്ബുകൾക്കെതിരെയും കളിച്ചിട്ടുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു കളിക്കാരനായി മാറുന്നു. അറാട്ട ഇസൂമി എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ ഒരിക്കലും ഒരാൾ മറക്കൂല. അറാട്ട ഇസൂമി ആ ക്ലബിൻ്റെ കോച്ചായിട്ട് വരുന്നു. പിന്നീട് സനാൻ മുഹമ്മദ് എന്ന് പറയുന്ന ഈ താരത്തിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഇട്ട് കൊടുക്കുന്നു എന്ന് പറയില്ലേ, വളരാൻ വേണ്ടിയിട്ട്. അതുപോലെയായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ക്ലബിൽ നിന്നുമാണ് സനാൻ വളരുന്നത്. പിന്നീട് 2023-24 സീസണിലേക്ക് ISL ഗോളടി പൂരം നടത്താനായിട്ട് ജംഷഡ്പൂർ FC ഒരു സൈനിങ് കൊണ്ടുവരുന്നു. അതാ മലപ്പുറത്തുകാരനെ ആയിരുന്നു. ഇന്ന് ജംഷഡ്പൂരിൻ്റെ ആ ഒരു വിങ്ങുകളിൽ കീറി മുറിച്ചു കൊണ്ടിരിക്കുന്ന വേഗതയുള്ള ഒരു കളിക്കാരനാണ് സനാൻ. ഗോളടിക്കുന്ന കളിക്കാരനാണ് സനാൻ. ഇന്ത്യൻ സ്കോറേഴ്സിൽ ഇന്ന് ഈ കൊല്ലത്ത് ISL സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് സനാൻ മുഹമ്മദ് എന്ന് പറയുന്ന കളിക്കാരൻ. സനാൻ നല്ല ബോൾ കൺട്രോളിംഗ് ഉള്ള ഒരു പ്ലെയറാണ്. നല്ല രീതിയിൽ സ്പീഡുള്ള ഒരു പ്ലെയറാണ്. ആക്യുറസി ഉള്ള ഒരു കളിക്കാരനാണ്. വളരെ വലിയ വിഷനുള്ള ഒരു കളിക്കാരനാണ്. തൻ്റെ സഹതാരങ്ങളായിട്ടുള്ള ചീമ പോലത്തെ താരങ്ങളിൽ നിന്നൊക്കെ പന്ത് കളക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു പ്രൊഫഷണൽ ടച്ച് തന്നെ സനാൻ്റെ കാലിൽ നമ്മൾ കാണാറുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാലിൽ ഒതുക്കി പിടിച്ചിട്ടുള്ള ഒരു യങ് ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് സനാൻ മുഹമ്മദ് എന്ന് പറയുന്നത്. ഇക്കഴിഞ്ഞ Under-23 ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടീം മലേഷ്യയിൽ പോയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും വരും കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിനെ നയിക്കാനായിട്ടുള്ള ഒരു നായകനായിട്ട് തന്നെയാണ് സനാൻ മുഹമ്മദിനെ ഞാൻ എൻ്റെ ഒരു വിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മലയാളികളായിട്ടുള്ള വിപിൻ മോഹനൻ, മുഹമ്മദ് ഐമൻ ഇങ്ങനെയുള്ള താരങ്ങൾക്കൊപ്പം, റബീഹ് പോലെയുള്ള താരങ്ങൾക്കൊപ്പം ഇന്ന് സനാൻ എന്ന് പറയുന്ന ഒരു പേര് കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. വരുന്ന യുവതലമുറകൾക്ക്, അതായത് ഇന്ത്യൻ ഫുട്ബോളിലേക്കോ ലോക ഫുട്ബോളിലേക്കോ വളർന്നു വരുന്ന യുവതലമുറകളിലേക്ക് തൻ്റെ വ്യക്തിഗതമായിട്ടുള്ള മുദ്ര കൊണ്ട് ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് സനാൻ മുഹമ്മദ് എന്ന് പറയുന്ന കളിക്കാരൻ.